പിന്നെ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു കളറാണ് ഇൻറ്റീരിയേഴ്സിൽ യൂസ് ചെയ്യാൻ, അതായത് ബ്ലൂ അല്ലെങ്കിൽ ബ്ലൂവിൻ്റെ പല ഷെയ്ഡ്സ്. ഇതെന്താന്ന് വെച്ചാൽ ഈ ബ്ലൂ കളറിന് കാംനെസ്, പീസ്, കൂളിംഗ് എഫക്റ്റ് ഇതൊക്കെ കൊണ്ടുവരാൻ ഒരു പ്രത്യേക കഴിവുണ്ട്. ഇനിയിപ്പോൾ ഗ്രീനിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രീനിന് എല്ലാത്തിനെയും ബാലൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ബിക്കോസ് ഇറ്റ്സ് ബിറ്റ് കണക്റ്റഡ് ടു നേച്ചർ, ഹാർട്ട് ആൻഡ് ലൈഫ്. ലിവിങ് റൂംസ് അതുപോലെ സ്റ്റഡി ഏരിയാസിലൊക്കെ നല്ലൊരു പോർഷൻ ഗ്രീനിൽ ഫിനിഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. ഇനിയിപ്പോൾ ഈ വാം പ്രൈമറി കളേഴ്സിന് മാറിയിട്ട് മോഡേൺ കളേഴ്സ് ആയിട്ടുള്ള ഗ്രേ പോലുള്ളതൊക്കെ കൊടുക്കുന്ന സമയത്ത് അതിന് മോഡേണിറ്റി, അട്രാക്ഷൻ ഒക്കെ ഉണ്ടാവും. പക്ഷേ അതിൻ്റെ ഷെയ്ഡ്സ് കൂടുതലായി കഴിഞ്ഞാൽ അതിനൊരു തണുത്ത എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു എഫക്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് യൂഷ്വലി അഡീഷണൽ ലൈറ്റ്സ്, ടെക്സ്ചർ വർക്ക് ഒക്കെയാണ് കൊടുക്കാറുള്ളത്. മറ്റൊരു വാം കളറാണ് ഓറഞ്ച്. ഇത് ക്രിയേറ്റിവിറ്റി, എന്തൂസിയാസം ഇതിനൊക്കെ അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കളറാണ്. ഇനിയിപ്പോൾ ബ്ലാക്ക്, വൈറ്റ് പോലുള്ള കളേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഇറ്റ്സെൽഫ് ഈസ് ടൈംലെസ് വൺ. ഇപ്പോൾ ബ്ലാക്ക് ആണ് കൂടുതൽ അപ്ലൈ ചെയ്യണമെങ്കിൽ അതിന് ഭയങ്കരമായൊരു ഡെപ്തും ശക്തിയും ഒക്കെ ഫീൽ ചെയ്യും. ഇനി വൈറ്റ് ആണ് കൂടുതലെങ്കിൽ അതിന് ഭയങ്കര വിശാലതയും ഒരു ശുദ്ധിയും ഒക്കെ ആയിരിക്കും. സോ കളേഴ്സ് വെറും ഒരു അലങ്കാരമല്ല, അത് നമ്മുടെ ലൈഫിലെ ഇമോഷൻസ് കൂടിയാണ്. സോ ഒരു സ്പേസ് ഡിസൈൻ ചെയ്യുമ്പോൾ എങ്ങനെ കാണപ്പെടുന്നു എന്നതിനേക്കാൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഹൗ ദേ ഫീൽ എന്നതാണ്.